ധനമന്ത്രി കെ.എൻ. ബാലഗോപാൽ നമുക്കൊപ്പം ചേരുകയാണ് കോഫി വിത്ത് സുജയിൽ. ഗുഡ് മോർണിംഗ് മിനിസ്റ്റർ. ഗുഡ് മോർണിംഗ്. ഒരു നമ്പർ 1 കൂടി അടിച്ചിട്ട് വന്നുള്ള ഒരു ഇരിപ്പാണ് നമ്മൾ തമ്മിലുള്ള ഈ സംഭാഷണവും. ആദ്യം തന്നെ അതിന് അഭിനന്ദനങ്ങൾ. താങ്ക് യു. കാരണം ഇത് വലിയൊരു നേട്ടമാണ്. ഒരു പൊതുമേഖലാ സ്ഥാപനം, നോൺ ബാങ്കിങ് സ്ഥാപനം, ഇന്ത്യയിൽ ഇങ്ങനെ ചുറ്റി നടത്തുന്നൊരു സ്ഥാപനം 1 ലക്ഷം കോടി എന്ന് പറയുന്ന വലിയ ഒരു ടാർഗറ്റിലേക്ക് എത്തി എന്നുള്ളത് വലിയ നേട്ടം തന്നെയാണ്. കേരളത്തിൻ്റെ ഒരു നല്ല മാതൃകയായിട്ട് ഇന്ത്യ മൊത്തം കാണുന്നൊരു പദ്ധതിയാണ്, ഒരു പരിപാടി തന്നെയായിരിക്കും ഈ KSFയുടെ വളർച്ച. അപ്പോൾ KSFയുടെ വളർച്ചയെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ ഈ താങ്കൾ പറഞ്ഞതുപോലെ മിസലേനിയസ് നോൺ ബാങ്കിങ് കമ്പനികളിൽ 1 ലക്ഷം കോടി രൂപയുടെ ബിസിനസ്സാണ് സ്വന്തമാക്കിയിരിക്കുന്നത്. ഈ യാത്ര അത്രയ്ക്ക് എളുപ്പമായിരുന്നോ? KSFE 1969 EMS മന്ത്രിസഭയുടെ കാലത്താണ് ആരംഭിച്ചത്. ചെറിയ ഒരു ചുറ്റി സ്ഥാപനമായിട്ട് 10 ബ്രാഞ്ചായിട്ട് ആരംഭിച്ചു. ശ്രീ PK കുഞ്ഞായിരുന്നു അന്നത്തെ ധനകാര്യ വകുപ്പ് മന്ത്രി. അവിടെ നിന്ന് ഇങ്ങോട്ട് ഓരോ ഘട്ടത്തിലും പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളും പ്രതിസന്ധികളും ഒക്കെ നേരിട്ട് തന്നെ ആയിരിക്കണമല്ലോ വന്നത്. ഏറ്റവും അവസാനം വരുമ്പോൾ നല്ല തോതിൽ കഴിഞ്ഞ 9 വർഷക്കാലമായിട്ട് നോക്കുകയാണെങ്കിൽ വലിയ ഒരു കുതിച്ചുചാട്ടം ഉണ്ടായ ഘട്ടമാണ്. കഴിഞ്ഞ 4 വർഷം ഞാൻ ചുമതല ഏറ്റെടുത്തതിന് ശേഷമുള്ള 4 വർഷം 52,000 കോടിയായിരുന്നു 2021 മാർച്ചിൽ. 52,000 കോടിയുടെ ആകെ ബിസിനസ്സിൽ നിന്നും 1 ലക്ഷം കോടിയിലേക്ക് ഇപ്പോൾ എത്തി. അതിൻ്റെ ഔദ്യോഗികമായ പ്രഖ്യാപനമാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഈ 13-ാം തീയതി നടത്തുന്നത്. അന്ന് ഇതൊരു 1 ട്രില്യൺ 1 ലക്ഷം കോടി ബിസിനസ്സുള്ള സ്ഥാപനമായി മാറി. ഇനി മുന്നോട്ട് പോക്കിനെ പറ്റിയുള്ള അനൗൺസ്മെൻറ്റാണ് നടത്തുക. KSFE നാടിൻ്റെ ധൈര്യമെന്നാണ് ഞങ്ങൾ അഭിമാനത്തോടു കൂടി പറയുന്നത്. കാരണം ഇത് ചെറിയ തുകകൾ സമ്പാദ്യമായി ശേഖരിച്ച് അത് ചിട്ടിയിലടച്ച് വലിയ തുകയായിട്ട് ഒരുമിച്ച് കിട്ടുന്ന സമ്പാദ്യ പദ്ധതിയാണ്. ഫിനാൻഷ്യൽ ലിറ്ററസി ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. പലരും വലിയ വാഗ്ദാനങ്ങളിൽ കുടുങ്ങിപ്പോയി 10,000 കോടി രൂപ ഓരോ വർഷവും ഇന്ത്യയിലാകെ നഷ്ടത്തിൽ പോകുന്നുണ്ട്. കേരളത്തിലും 1000 കോടി രൂപയുടെ നഷ്ടങ്ങൾ വരുന്നുണ്ടല്ലോ ഇതുപോലെ. അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞാൽ കൃത്യമായ ഒരു പദ്ധതിയാണ് KSFയുടെ. ഇതിന്റെ ഒരു ഡീറ്റെയിൽസിലേക്ക് കൂടി നമുക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ നിക്ഷേപത്തിന് സർക്കാർ ഗ്യാരണ്ടി ഉണ്ട്. അതാണ് മറ്റ് സ്കീമുകളിൽ നിന്നുള്ള ഒരു ഹൈലൈറ്റ് ചെയ്യേണ്ട പോയിന്റ് അല്ലേ? അതെ, സർക്കാർ ഗ്യാരണ്ടി ഉള്ളതാണ്. അപ്പോൾ സർക്കാർ ഗ്യാരണ്ടി കൊടുക്കണമെങ്കിൽ ധനകാര്യ വകുപ്പാണ്. ധനകാര്യ വകുപ്പിൻ്റെ കീഴിലാണ് KSFE എങ്കിലും ധനകാര്യ വകുപ്പിനും സർക്കാരിനും ഗ്യാരണ്ടി കമ്മീഷൻ അടയ്ക്കണം. ഗ്യാരണ്ടി കമ്മീഷൻ ഓരോ വർഷവും 100 കോടി രൂപയിലധികം ഗ്യാരണ്ടി കമ്മീഷൻ അടയ്ക്കുന്നുണ്ട്. അത് മാത്രം അടയ്ക്കണം, കാരണം ഗ്യാരണ്ടി നിൽക്കുന്നതാണ്. സെൻട്രൽ ഗവൺമെൻറ്റിനും ഇപ്പോൾ ഗ്യാരണ്ടി നിയമങ്ങൾ കുറച്ച് കർശനമാണെന്നുള്ളത് അറിയാമല്ലോ. അതുപോലെ തന്നെ ഇതിന് കൃത്യമായിട്ട് ഡിവിഡൻഡ് കൊടുക്കുന്ന തരത്തിൽ വളർന്നിട്ടുണ്ട് നമ്മൾ. KSFEയുടെ ഈ ഗ്യാരണ്ടി ചെയ്യുന്നെന്ന് മാത്രമല്ല, KSFEയുടെ മൂലധനം ഇരട്ടിയാക്കി കഴിഞ്ഞ 2 വർഷത്തിന് മുമ്പ് കഴിഞ്ഞ വർഷം നമ്മൾ നൽകിയിട്ടുണ്ട്. അപ്പോൾ മൂലധനം ഇരട്ടിയാക്കി കൂടുതൽ സൗകര്യം കൊടുത്തു. KSFEയുടെ ഇപ്പോൾ നടത്തുന്ന പ്രവർത്തനങ്ങൾ കൂടുതൽ മേഖലകളിൽ പ്രവർത്തനം നടത്താനുള്ള ലൈസൻസ് ഇപ്പോൾ ഗവൺമെൻറ് അനുവദിച്ചിട്ടുണ്ട്. അത് നിയമം അനുസരിച്ച് തന്നെ കൊടുക്കാവുന്ന പ്രവർത്തനങ്ങൾ ചെയ്യാൻ. അപ്പോൾ ഈ KSFE ഇങ്ങനെ 52,000 കോടിയിൽ നിന്ന് 1 ലക്ഷം കോടിയിലേക്ക് 4 വർഷം കൊണ്ട് വളരുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ ബ്രാഞ്ചുകൾ കൂടുതൽ വികസിച്ചിട്ടുണ്ട്, കൂടുതൽ ജീവനക്കാരുണ്ട്, കൂടുതൽ വിശ്വാസ്യത ഉണ്ടെന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഭാവിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇപ്പോൾ നമ്മുടെ പുതിയ തലമുറ ഉൾപ്പെടെ ഈ പലപ്പോഴും നമ്മുടെ ഷെയർ മാർക്കറ്റിലും അതുപോലെ മ്യൂച്വൽ ഫണ്ടിനുമൊക്കെ ആണ് കൂടുതൽ മാർക്കറ്റിൽ ഇപ്പോൾ പ്രാമുഖ്യമുള്ളത്. പക്ഷേ അതിന് പലപ്പോഴും ലാഭനഷ്ട സാധ്യതകൾ കൂടുതലാണ്. പലപ്പോഴും തകർന്നു പോകുന്നുമുണ്ട് ഈ ഷെയർ മാർക്കറ്റിലെ നിക്ഷേപങ്ങൾ. KSFE ഫിക്സഡ് ഡെപ്പോസിറ്റിന് കിട്ടുന്നതിനേക്കാളും കൂടുതൽ പലിശ കിട്ടുന്ന കൃത്യമായ ഒരു കാര്യങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന 10 ലക്ഷം രൂപയുടെ ചിട്ടി ചേർന്നാൽ 20 ലക്ഷം രൂപയുടെ ചിട്ടി ചേർന്നാൽ വേണമെങ്കിൽ നമുക്ക് ചിട്ടി പിടിച്ച് അടുത്ത മാസം തന്നെ ഒരുമിച്ച് പണം എടുത്തിട്ട് എന്തെങ്കിലും കാര്യം ചെയ്യാൻ പറ്റും. വീട് വെക്കാനോ പഠിക്കാനോ വണ്ടി മേടിക്കാനോ. അല്ലെങ്കിൽ സ്ഥിരമായിട്ട് നിക്ഷേപം അടച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഒരു ഘട്ടം കഴിയുമ്പോൾ നല്ല റിട്ടേണോടുകൂടി തിരിച്ചു കിട്ടും. അപ്പോൾ ഏറ്റവും നല്ലൊരു നിക്ഷേപ പദ്ധതിയാണ്. അങ്ങനെയുള്ള ഒരു പ്രൊഡക്റ്റ് എന്ന നിലയിൽ കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കുക എന്നുള്ള ഉത്തരവാദിത്വം കൂടി KSFE ഏറ്റെടുത്തിട്ടുണ്ട്. പിന്നെ അതിനൊപ്പം പുതിയ തലമുറയ്ക്ക് ബ്രാഞ്ചിൽ പോകാനും പണം അടയ്ക്കാനും ഒക്കെ പോകുന്നതിന് നമുക്കെല്ലാം പുതിയ തലമുറ മാത്രമൊന്നുമല്ല, എല്ലാവർക്കും ഇപ്പോൾ ഓൺലൈൻ ബിസിനസ്സാണല്ലോ ഇഷ്ടം. അതിന് പറ്റുന്ന ഓൺലൈൻ ആപ്ലിക്കേഷൻസ് KSFE ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. എന്തിനു പറയുന്നു, പ്രവാസികളായി വിദേശത്തുള്ള ഈ യൂറോപ്പിലോ അമേരിക്കയിലോ ഗൾഫിലോ ഉള്ള ആളുകൾക്ക് ഓൺലൈനായിട്ട് ചിട്ടി തരാവുന്ന പ്രവാസി ചിട്ടി വളരെ ശക്തമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. ഇന്ത്യയിൽ മറ്റ് സംസ്ഥാനങ്ങളിലുള്ള ആളുകൾക്ക് ചേരാവുന്ന തരത്തിലേക്ക് ഓൺലൈൻ സംവിധാനമുണ്ട്. അതിന് പറ്റുന്ന ബാങ്കിങ് സൊല്യൂഷൻസ് നമ്മൾ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അതെല്ലാം കൊണ്ടാണ് ഇത് ഇങ്ങനെ മുന്നോട്ട് പോകുന്നത്. പിന്നെ ജീവനക്കാർക്ക് ഏറ്റവും നല്ല ആനുകൂല്യങ്ങളും സേവനവേതന വ്യവസ്ഥകളും നൽകുന്ന സ്ഥാപനമാണ് KSFE. കഴിഞ്ഞ 4 വർഷത്തിനിടയിൽ ഏറ്റവും കൂടുതൽ ശതമാനം ആളുകളെ അപ്പോയിൻ്റ് ചെയ്ത സ്ഥാപനവും KSFE ആണ്. 3000 പേരെയാണ്
KSFE ഈ 3-4 വർഷം കൊണ്ട് പുതുതായിട്ട് അഡ്വൈസ് മെമ്മോ കൊടുത്ത് ക്ഷണിച്ച് അവിടെ ജോലി ചേർക്കാനായിട്ട് നിലപാടെടുത്തിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ പൊതുവിൽ നമുക്ക് നന്നായി മാതൃകയായി കാണിക്കാവുന്നൊരു സ്ഥാപനമാണ്. കൂടുതലത് ചിട്ടപ്പെടുത്തി മെച്ചപ്പെടുത്താനാണ് ഗവൺമെൻറ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ ആ KSFE ബോർഡ് സ്വതന്ത്രമായൊരു ബോർഡ് സംവിധാനവുമാണ് അതിൻ്റെ മാനേജ്മെൻറ്റ് സിസ്റ്റം അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ധൈര്യമായിട്ട് പറയാം അല്ലേ, ഈ നാടിൻ്റെ ധൈര്യമെന്ന്? ധൈര്യമായിട്ട് പറയാം. നമുക്കെല്ലാവർക്കും KSFE ചിട്ടിയിൽ ചേർന്ന അല്ലെങ്കിൽ KSFE ഞാൻ ഇതുവരെ എടുത്തിട്ടില്ല. ഞാൻ അതേക്കുറിച്ച് ഇങ്ങനെ ആലോചിക്കായിരുന്നു. താങ്കൾ പറഞ്ഞതുപോലെ കാരണം KSFE ഏറ്റവും നല്ല, അതെ, ഈ സ്വന്തം IFSC കോഡിലൂടെയുള്ള ഇടപാട്, അങ്ങനെ ഈ ഡീറ്റെയിൽസ് ഒക്കെ KSFE-യിലെ അതെ KSFE നമുക്ക് വലിയൊരു ഈ ചിട്ടി എന്ന് പറഞ്ഞാൽ മലയാളിയാണ് ഏറ്റവും കൂടുതൽ അത് ഉപയോഗിക്കുന്നത്. ചെറിയ പണം വെച്ചിട്ട് ഒരുമിച്ച് 2 വർഷം 3 വർഷം ആകുമ്പോൾ ഒരുമിച്ചൊരു തുക കിട്ടും. പണ്ടാണെങ്കിൽ നമ്മുടെ നാട്ടിൽ നമ്മുടെ അമ്മമാർ ഓണച്ചിട്ടി നടത്തിയിരുന്നു. പല പ്രസ്ഥാനങ്ങളും ഒരു പിടി അരി പോലെയൊക്കെയുള്ള സംവിധാനങ്ങൾ ശേഖരിച്ച് വലിയ പ്രസ്ഥാനങ്ങൾ പടുത്തുയർത്തിയിട്ടുണ്ട് നമ്മുടെ നാട്ടിൽ. അപ്പോൾ ഈ ചിട്ടി എന്ന് പറയുന്നത് നമ്മളറിയാതെ നമ്മളെ ഓരോ മാസത്തെ ചെലവിനൊരു പണം മാറ്റി വെച്ചിട്ട് സമ്പാദ്യം ഉണ്ടാകുന്നതാണ്. അല്ലാതെ വളരെ ആസൂത്രിതമായി വലിയൊരു തുകയൊന്നും വെക്കണ്ട. ഓരോരുത്തരുടെ വരുമാനം അനുസരിച്ച് ചെയ്യാം. അതിപ്പോൾ ഓൺലൈനായിട്ട് ചെയ്യുമ്പോൾ TV-യിൽ ന്യൂസ് വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ വേണമെങ്കിൽ ഇതിൽ കൂടെ ഈ മാസത്തെ പണം അടയ്ക്കാം. താങ്കളെ എനിക്ക് റെക്കമെൻഡ് ചെയ്യുന്നത് ഏതാണ്? ഇതിൽ കുറെ സ്കീമുകൾ ഉണ്ടല്ലോ. അപ്പോൾ മന്ത്രിയോട് തന്നെ ചോദിക്കാം, നമുക്കൊക്കെ പറ്റുന്ന ഒരു സ്കീം ഏതാണ്? ഒരുപാടൊന്നും ഇൻവെസ്റ്റ് ചെയ്യാനായിട്ടില്ല, അന്നത്തെ വരുമാനം കൊണ്ട് ജീവിച്ചു പോകുന്നവരാണ്. അല്ല, അതിനകത്ത് ഞാൻ പറഞ്ഞത് സാധാരണ ചിട്ടി സ്കീമാണ് നല്ലത്. കാരണം നമ്മൾ ഓരോ മാസവും ഓരോ തുക വെച്ച് അടയ്ക്കാവുന്ന. അതിന് പല തുകയുണ്ട്. നമുക്ക് ചെറിയ ഡിനോമിനേഷൻ തൊട്ട് വലിയ ഡിനോമിനേഷൻ വരെ ഉണ്ട്. ബിസിനസ്സുകാരൊക്കെ ഉപയോഗിക്കുന്ന വലിയ തുകകളുടെ ചിട്ടികളാണ്. എന്നാൽ സാധാരണക്കാരാണ് ഏറ്റവും വലിയ സ്ട്രെങ്ത്, അവരുടെ ചിട്ടിയുണ്ട്. പിന്നെ ഇതുകൂടാതെ നമുക്ക് നിക്ഷേപ പദ്ധതികൾ അതുപോലെ ഈ ചില ലോൺ പദ്ധതിയുണ്ട്. ഏറ്റവും പലിശ കുറച്ച ഗോൾഡ് ലോൺ പദ്ധതിയുണ്ട്. നിക്ഷേപത്തിന് ഏറ്റവും നല്ലത് എൻ്റെ അഭിപ്രായം ചിട്ടി തന്നെയാണ്. ചിട്ടിയാണ് നമ്മൾ അറിയാതെ തന്നെ നമുക്കൊരു നിക്ഷേപം വരും. നമ്മളറിയാതെ തന്നെ ഇത് അക്യുമുലേറ്റ് ചെയ്യും. ഏറ്റവും നല്ലത് ആ ചിട്ടി പദ്ധതി തന്നെയായിരിക്കും. ഇനി വേണം കുറച്ചൊക്കെ ഒന്ന് സമ്പാദിക്കാൻ. ഒരു ധനമന്ത്രി പറയുമ്പോൾ ആ ഒരു ശീലം കൂടി തുടങ്ങാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ താങ്ക് യു മിനിസ്റ്റർ. ധൈര്യമായി മുന്നോട്ട് പോകൂ. ഈ നാടിന്റെ ധൈര്യമായിട്ട് KSFE ഉണ്ടാവട്ടെ. ഒരു 4 വർഷം കഴിഞ്ഞോ 3 വർഷം കഴിഞ്ഞോ അതിന്റെ ഗുണം ഉണ്ടാവും. ഓക്കെ, താങ്ക് യു. 3-4 വർഷം കഴിഞ്ഞ് 25 മാസം ചിട്ടി, 40 മാസം ചിട്ടി, 100 മാസം ചിട്ടി, അതിനകത്ത് ഏതെങ്കിലും ഒന്ന് ചേർന്നാലും അതിന്റെ ഗുണം ഉണ്ടാവും. ഓക്കെ, അപ്പോൾ എന്നാൽ KSFE-യിൽ ഒരു ചിട്ടി എടുത്തേക്കാം. താങ്ക് യു. ഓക്കെ, താങ്ക് യു മിനിസ്റ്റർ. അപ്പോൾ KSFE-ക്ക് എല്ലാ ആശംസകളും. ഇനിയും ഒരുപാട് മുന്നോട്ട് പോകട്ടെ. അപ്പോൾ നമ്മുടെ നാട്ടിലൊരു സംരംഭം വിജയിക്കുമ്പോൾ അതിൽ നമ്മളെല്ലാവരും സന്തോഷിക്കണം അല്ലേ? അങ്ങനെ വേണം മുന്നോട്ട് പോകാൻ. അപ്പോൾ മന്ത്രി പറഞ്ഞ ഒരു കാര്യം എല്ലാവരും ഓർക്കണം, ചെറിയ സമ്പാദ്യങ്ങളൊക്കെ നല്ലതാണ്. കാരണം നമുക്ക് എല്ലാ കാലത്തും ആരോഗ്യവും അതുപോലെ തന്നെ ജോലി ചെയ്ത് ജീവിക്കാനുള്ള കഴിവൊന്നും ഉണ്ടാവണമെന്നില്ല. അപ്പോൾ സമ്പത്ത് കാലത്ത് തൈപത്ത് വെച്ചാൽ ആപത്ത് കാലത്ത് കാപത്ത് തിന്നാം എന്നാണല്ലോ. അപ്പോൾ സമ്പാദ്യശീലമൊക്കെ വേണം കേട്ടോ.